ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൈക്കുട്ടീസ് ചാനൽ. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ നാട്ടിൽ നേപ്പാളി ഫുഡും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചു. പണ്ടേ നമുക്ക് ചെറുപ്പത്തെ സമയത്തെ അമ്മ നമുക്ക് സ്കൂളിൽ പോയി വരുമ്പോൾ അമ്മ ഈ നേപ്പാളി ഫുഡ് ഉണ്ടല്ലോ, സ്നാക്സ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ഭയങ്കര രുചി തോന്നും, നന്നായിട്ട് കഴിക്കും ആ സമയത്ത്, പിള്ളേരുടെ സമയത്ത്. പക്ഷേ ഇപ്പോൾ കുറേ വർഷമായി അങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചോ. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഈ ഫുഡ് ഞാൻ സ്പെഷ്യൽ അപ്പുക്കുട്ടൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പേ ഇനി നേപ്പാളി ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ നീ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നു കേട്ടോ. പറയില്ല? പറയാം. ഫുഡൊക്കെ പേര് ലിബിർ ലിബിർ പറ. ലിബിർ 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 ലിബിർ. അപ്പോൾ ഫുഡൊക്കെ പേര് ലിബിർ ലിബിർ ഉണ്ട് കേട്ടോ. അപ്പോൾ ലിബിർ ലിബിർ അങ്ങനെ പറയും. ഇത് സിമ്പിൾ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഉണ്ടാച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് എന്റെ ലിബിർ ലിബിർ പറഞ്ഞേ, രണ്ടു പ്രാവശ്യം പറയണോ? ലിബിർ 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 ലിബിർ. അപ്പൊ എല്ലാരും പറയാ, എനിക്ക് അമ്മ ഇത് എന്താ ഇതുണ്ടോ റെസിപ്പി ഉണ്ടോ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഞാനും കാണിച്ചു തരാം. അപ്പോൾ എല്ലാരും വായോ. അപ്പൊ ഞാൻ എന്റെ കിച്ചണിൽ പോവാ, സോയിക്കുട്ടിക്ക് കിച്ചണിൽ പോവാ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ക്യാമറമാന് അപ്പുക്കുട്ട. അപ്പൊ വായോ അപ്പുക്കുട്ട, കമോൺ. കുറെ നാല് ശേഷം ഞാൻ അപ്പുക്കുട്ടൊക്കെ വീഡിയോയില് ഉൾപ്പെടുത്തിക്കുന്നുണ്ടോ? എന്താ പറയും? എന്താ ഉൾപ്പെടുത്തിക്കുന്നുണ്ടോ അല്ലെ? ഉൾപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ നമുക്ക് കിച്ചണിലെ പോവാം. കമോൺ. ഫസ്റ്റ് ഞാൻ മുടി ഇത് കെട്ടട്ടെ. അപ്പോ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്തൊക്കെ വേണം. ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗോതമ്പ്, ഏതാ ഗോതമ്പ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ആശീർവാദ് ഗോതമ്പ് ഇടാം. പിന്നെ ഇതിൽ പച്ചക്കറി ഇടണം. ഇത് ക്യാപ്സിക്കൻ, തക്കാളി, സവാള, ക്യാരറ്റ്. പിന്നെ ഇത് സ്പ്രിങ് ഓണിയൻ കേട്ടോ. നമുക്ക് ചുവപ്പ് ഉള്ളി ഉണ്ടല്ലോ, അതിക്ക് ഇല ഉണ്ടോ. പിന്നെ മസാലപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ. പിന്നെ ഇത് വെളുത്തുള്ളി ഇങ്ങനെ വെക്കാം. പിന്നെ ഞാൻ ഇത് മാഗിക്ക് മസാല ഉണ്ടല്ലോ, ഇത് ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്, അത് ഞാൻ ചെറുതായിട്ട് ഒരു ടേസ്റ്റിക്ക് വേണ്ടി മാത്രം ഇട്ടില്ലേനും കുഴപ്പമില്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്നപ്പോൾ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇടാമല്ലോ വിചാരിച്ച. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ വെജീസും ഇടാം. വെജിറ്റബിൾസ്, ബീൻസ് ഇടാം, ബ്രൊക്കോലി ഇടാം, അങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഇടാം. പക്ഷെ ഞാൻ എൻ്റെ ഇല്ല, ഞാൻ എൻ്റെ ക്യാപ്സിക്കനുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാം, ഫസ്റ്റ് ഞാൻ ഗോതമ്പ് ഇത് ചെയ്യൂലേ, ചപ്പാത്തിക്ക് കൊഴിച്ച് വെക്കില്ല, അങ്ങനത്തെ കൊഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗോതമ്പ് ഇടാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കും, കുറേ ഉണ്ടാക്കില്ല. ജസ്റ്റ് നമുക്ക് ടേസ്റ്റൊക്കെ വേണ്ടി ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാനും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവർക്കും റെസിപ്പിയും കാണിച്ച് തരാമല്ലോ വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും ഇടാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഉപ്പ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഉപ്പ് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തി പോലെ ആവണോ? ചപ്പാത്തിക്ക് മാവ് ഉണ്ടല്ലോ, അങ്ങനത്തെ ചെയ്യണം. ഭയങ്കര സോഫ്റ്റ് വേണ്ട, ചപ്പാത്തിക്ക് ഇച്ചിരി സോഫ്റ്റ് ആക്കണം. പക്ഷെ ഇത് കുറച്ച് ഹാർഡ് വെച്ചാൽ മതി. അപ്പോൾ കണ്ടോ, ഡോ എല്ലാം റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് വെക്കാം. അതൊക്കെ ഗ്യാപ്പിൽ നമുക്ക് പച്ചക്കറി ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, 10 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് വേഗം ഇത് ക്യാപ്സിക്കം ഇടാം. ഈ ക്യാപ്സിക്കം എരിവില്ല കേട്ടോ. ക്യാപ്സിക്കം എരിവ് ഉണ്ടാവാറുണ്ടോ?
ചില ക്യാപ്സിക്കം എരിവുണ്ടാവും. അപ്പം നമുക്ക് ഈ ഉണ്ടല്ലോ, ഈ സീഡ് ഉണ്ടല്ലോ എടുത്ത് കളയണം. അപ്പം നമുക്കത് ക്യാപ്സിക്കം ഇങ്ങനത്തെ നീളത്ത് ഇല്ലല്ലോ, ഞാൻ കഴിച്ചിട്ടില്ല. എത്ര വർഷമായി. പണ്ട് ചെറുപ്പത്തിലെ അമ്മമാർ ഇങ്ങനത്തെ ഉണ്ടാക്കി തരും. ഇങ്ങനത്തെ സ്നാക്സ് സ്കൂളിലേക്ക് ഇതുണ്ടല്ലോ, സ്നാക്സ് കൊണ്ടുപോകില്ലേ സ്കൂളിൽ. ഇല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഉണ്ടാക്കും. പണ്ട് കഴിക്കുന്ന ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര രുചി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പണ്ട് അമ്മ ജസ്റ്റ് സവാള തക്കാളി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി തരും. എന്നാലും നല്ല രുചി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിടാം. അടുത്ത ഒരു ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ക്യാരറ്റിന് ഇങ്ങനത്തെ ചെറിയ ഇത് കട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ കേരളയിൽ ഫുള്ള് ഈ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യൂലേ, അവിടെ അങ്ങനെ ഫിംഗർ ക്യാപ്പ് അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം കയ്യിൽ വെച്ച് കട്ട് ചെയ്യും. ഏയ് മതിയില്ല. അപ്പം ക്യാരറ്റും റെഡിയായി, ക്യാപ്സിക്കം റെഡിയായി. അടുത്ത നമുക്ക് സവാള ഇടാം. ലിബിർ ലിബിർ പറഞ്ഞപ്പേ ലിബിർ 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 അപ്പുക്കുട്ടാനും ചിന്തിക്കുന്നുണ്ട്, എന്താ ഉണ്ടാക്കുന്നുണ്ട്. സോയിക്കുട്ടി ചിന്തിക്കുന്നുണ്ടോ? നോക്കൂ, ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇല്ല നിങ്ങൾ കഴിക്കില്ലല്ലോ. അത് കാരണം എനിക്ക് ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് തോന്നില്ല. ഇനി ഞാനും നേപ്പാളി ഫുഡ് കുറെ ഉണ്ടാക്കി കാണിക്കുന്നില്ലല്ലോ. സവാള റെഡിയായി. അപ്പോൾ ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളി കട്ട് ചെയ്യാം. വെളുത്തുള്ളി മസ്റ്റ് ഇടണം കേട്ടോ, അതൊക്കെ ഫ്ലേവർ അറോമ നല്ല കിട്ടും. അപ്പോൾ വെളുത്തുള്ളി മസ്റ്റ് ഇടണം. നിങ്ങൾ കഴിച്ചാൽ അപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് തോന്നും. ആരുമേ തിന്നില്ല, പിന്നെ എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നും. ഹൗ പറഞ്ഞേ. പിന്നെ തക്കാളി ഇടാട്ടോ. തക്കാളി ചെറിയ തക്കാളി കണ്ട് ഇത് എൻ്റെ ഗാർഡൻക്ക് തക്കാളി ഞാൻ കണ്ടില്ലല്ലോ. കുറച്ച് അവിടെ പഴുത്തിട്ടുണ്ട്. ഇത് നിന്റെ തക്കാളിയാ? എന്റെ തക്കാളി പരിചയപ്പെടുത്തി കൊടുക്കടി. എന്ത് കൊടുക്കാതെ മേടിച്ചതാണ്. ഇത് എന്റെ തക്കാളി. പക്ഷെ ഇപ്പുറത്തെ 2-3 ഉണ്ടോ, ബാക്കിയൊക്കെ പോയി. ആവുന്നില്ലല്ലോ. നല്ല രസ കളറ്. നമുക്ക് മേടിച്ച മാതിരി ഇല്ല ഇത് കളറ്. അടിപൊളി കളറ്. കുട്ടിയുടെ തക്കാളി. പിന്നെ ക്യാപ്സിക്കൻ, ക്യാരറ്റ്, വെളുത്തുള്ളി, തക്കാളി ആൻഡ് സവല. നമുക്ക് പിന്നെ ഫസ്റ്റ് വെള്ളം തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അപ്പോൾ ആ ഗ്യാപ്പില് ഞാൻ അപ്പുക്കുട്ടൊക്കെ വേണ്ടി നല്ല പനി തരും. പനി തരും. നീ ചെയ്യോ? അയ്യോ ഞാൻ ചെയ്യില്ല, നീ ചെയ്താൽ മതി. നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഓ പിന്നെ ഇത് ഒന്നും ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് കണ്ടോ, ഈ 10 മിനിറ്റ് വെച്ചപ്പോ ആ ഗ്യാപ്പില് നല്ല ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യും, ജസ്റ്റ് വെയിറ്റ്. ഗോതമ്പ് പൊടി ഇട്ടി കൊടുക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. പിന്നെ ഇങ്ങനെ ചെയ്യണം. അയ്യോ ഇത് ശരിയായില്ലല്ലോ. മറന്നുപോയോ? നോക്ക്, ചെറുതായിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നോ? അത് കണ്ടോ? ഇങ്ങനെ ചെയ്യ്. നോക്കൂ, ഇതേ ഇങ്ങനെ ചെയ്യണം. ഇതേ നമുക്ക് പിടി ഉണ്ടാക്കിയല്ലോ. ഇതേ അതിങ്ങനെ 2 സൈഡ് ഇങ്ങനെ ആക്കണോ? ചെയ്യുമ്പോ ഓരോ ഇതാവൂലേ. എന്താ ചിരിക്കണേ?
കുറേ ദിവസമായില്ലോ ഇങ്ങനെ ചെയ്ത്. കുറച്ചിട്ടോ. കറക്റ്റായിട്ടോ അതെ അത്. ഓക്കെ കുറച്ചെടുക്കണം അല്ലേ? ഇത്ര എടുക്കണം. ഓക്കെ എന്നിട്ട് സോഫ്റ്റ് ആയിട്ടാ ചെയ്താൽ മതി. ഇത് രണ്ടും ഈ കൂടി നമ്മുടെ ഈ കൈപ്പത്തിയുടെ സെന്ററിൽ വെച്ച് ചെയ്യണം. അപ്പൊ കറക്റ്റായിട്ട് വരും അല്ലേ? അപ്പൊ 2 പോയിന്റ് കുറച്ച് തിന്നാവുന്നു, മിഡില് കുറച്ച് തിക്കാവുന്നു, അത്രയാണ്. സംഗതി റെഡിയായി. വേറത്തല്ല വേർത്ത അത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. അപ്പൊ നമുക്ക് ഇതിലെ ഇച്ചിരി ഇത് ഇടണം, മഞ്ഞൾപ്പൊടി, ഇത് കളർക്ക് വേണ്ടി. പിന്നെ കുറച്ച് ഓയിലും ഇടണം. ഇത് വെളിച്ചെണ്ണ ഉണ്ട്. എൻ്റെ അമ്മ വെളിച്ചെണ്ണ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് അവിടെ കൂടുതൽ ഇത് ഇടില്ല. ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഓൾറെഡി ഈ ഗോതമ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഇറ്റില്ലെന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തിളച്ച വെള്ളമില് ഒഴിച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. പക്ഷെ ഇത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തളിച്ച ശേഷം ഇടണം. ഇല്ലനാ കട്ട ഇത് ഒരേ ഇതാവും. തിളച്ച് വെള്ളമിൽ ഇടുമ്പോ പിന്നെ ഒക്കെ ഇത് ഈ കണ്ട എന്റെ മേതെ പൊങ്കി വരണുണ്ട്. കാണുന്നത് കീടാവാതിരുന്നില്ല. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിക്കാം, ബോയിൽ ചെയ്യാം. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തോ ഇല്ലേ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് മീൻസ് ഇങ്ങനെ കട്ട് ചെയ്യില്ല. അപ്പൊ വെന്തോ ഇല്ലേ നമുക്ക് അറിയാം. വെള്ളം ഉണ്ടെന്ന് വെന്തിട്ടില്ല, വെള്ളം ഇല്ലെന്ന് വെന്ത് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെള്ളം കളയണം. വെന്തോട്ടോ 15 മിനിറ്റ് ആയി. വേവിച്ചിട്ട് നമുക്ക് നോക്കാം. അത്തഹോ ചൂടുണ്ടല്ലോ. ആയിട്ടോ, വെന്തിട്ടുണ്ടോ? അപ്പൊ ഇത് നമുക്ക് വെള്ളം കളയാട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം, വെള്ളം കളയാം. നല്ല ചൂടുണ്ടല്ലോ. കുറച്ച് തണുപ്പ് വെള്ളമിൽ വാഷ് ചെയ്യാം കേട്ടോ, ചെറുതായിട്ട്. അടുത്ത നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യണ്ടേ. വെളിച്ചെണ്ണ ഇടാം. കുറച്ച് ഇട്ടാൽ മതി, നമുക്ക് നോക്കി ഇട്ടാൽ മതി. ചൂടാവട്ടെ. നല്ല വെയിലുണ്ടല്ലേ, 3 ദിവസമായി നല്ല വെയിലുണ്ട്. അതിന് മുമ്പ് മഴ. ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്ക് മണം ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ അടുത്ത നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസും ഇടണം, നല്ല രസമുണ്ട്. പക്ഷെ എൻ്റെ ബീൻസ് ഇല്ല. ബീൻസ് ഇടാം, ചിക്കൻ ഇടാം, എന്താ വേണം ഇടാം. പക്ഷെ എൻ്റെ ചിക്കൻ ഇല്ല, ബീൻസും ഇല്ല. ക്യാരറ്റ് കുറച്ച് കുക്കാവട്ടെ. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ല തീനായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ പെറ്റിന് ഇതാവും, കുക്കാവും. ഞാൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബിഗായി. അപ്പോൾ ക്യാരറ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഈ ക്യാപ്സിക്കൻ ഇട്ടി കൊടുക്കാം. ഈ ക്യാപ്സിക്കലിന് പല കളറുണ്ടല്ലോ, മഞ്ഞ, റെഡ്, പച്ച, അതൊക്കെ ഇടണം. നല്ല രസമുണ്ട്, കാണാനും ഭംഗി തോന്നും, കഴിക്കാനും രുചി തോന്നും. പിന്നെ ഈ തക്കാളിയും ഇട്ടി കൊടുക്കാം. തക്കാളി
കുട്ടിയുടെ തക്കാളി ആ കുട്ടിയുടെ തക്കാളി സോയ്ക്കുട്ടിയുടെ തക്കാളി അതെ നല്ല കളറുണ്ട് തക്കാളി. ആ അപ്പോൾ ഇത് കുറച്ച് കുക്കാവട്ടെ കുറച്ച് നേരം. അതൊക്കെ ഗ്യാപ്പിൽ ഞാൻ ഇത് വെക്കാം. എന്ത് ഇത് കട്ട് ചെയ്യാൻ. ഇത് സ്പ്രിംഗ് ഓണിയൻ. എന്താ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയണേ? സ്പ്രിംഗ് ഓണിയൻ അപ്പോൾ ഞാൻ വെച്ച പേരില്ലല്ലോ, സ്പ്രിംഗ് ഓണിയൻ പറയും. ഇതൊക്കെ ഇത് കഴിക്കണം. തോരന് നമുക്ക് ചീര ഒലത്തിൽ അങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കണം. നല്ല രുചിയുണ്ട് കേട്ടോ. സംഗതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി മസാല ഇട്ടി കൊടുക്കാം. ഇതേ മണൽപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടി ഇച്ചിരി കുറച്ച് മാത്രം ഇട്ടി കൊടുക്കും. കാരണം ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഓവർ ഇതാവും. അപ്പോൾ ഇച്ചിരി മതി. ഗരം മസാല കുറച്ച്, ഗരം മസാല, ചില്ലി പൗഡർ ഇച്ചിരി. അടുത്ത ഞാൻ ഈ മസാല ഇതുണ്ടല്ലോ, ഈ ചിക്കനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ക്യൂബ് വെജും കിട്ടും ചിക്കനും കിട്ടും. അപ്പോൾ ഇത് ഞാൻ പകുതി ഇട്ടി കൊടുക്കാം. ഹാഫ് ചിക്കനക്ക്. ഇല്ലെന്നാ നമുക്ക് മാഗിക്ക് മസാല അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനെ മസാല ഇടാം. ഇല്ലെന്നാ ഗരം മസാല മാത്രം ഇട്ടാൽ മതി. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ഇതിൽ ഓൾറെഡി ഉപ്പും ഭയങ്കര ഉപ്പുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഇത് മസാല ഇട്ട ശേഷം മാത്രം നമുക്ക് നോക്കാം ഉപ്പ് ഇടണോ വേണ്ടേ. കഴിക്കോ അപ്പൊ കൂട്ടോ? കഴിക്കോ? ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഞാൻ 5 കിലോ കുറച്ച്. അതെ, നമ്മുടെ അപ്പുക്കുട്ട പണ്ട് എത്ര ഉണ്ടായിരുന്നു? 85. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, രാത്രി ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് എത്രയായി? 79 സംതിങ് ആയി. പക്ഷെ ഞാൻ 57 ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 62 ആയി. എനിക്ക് ഫാറ്റി ലിവർ ഒന്നും ഞാൻ ഇറങ്ങി കൊടുക്കണേ. അതെ, ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ടോ? നമുക്ക് ഇത് ഇട്ട ശേഷം മിക്സ് ചെയ്ത് നോക്കാം ഉപ്പ് വേണോ വേണ്ട. ഇപ്പോൾ തൽക്കാലം ഉപ്പുണ്ട്. സ്പ്രിംഗ് ഇത് ലാസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് വെജിസ് ഒക്കെ റെഡി ആയല്ലോ, ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല, പക്ഷെ നല്ല രസമുണ്ടത്. ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലേനോ പിന്നെ ഞാൻ ഉണ്ടാക്കൂല കേട്ടോ. അത് കാര്യം എനിക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കുന്നു, മനസ്സിലായോ? സംഗതി നല്ല അടിപൊളി ആയിട്ടുണ്ടോ? ഞാനോ ഉപ്പ് ഉണ്ടോ ഇല്ല നോക്കട്ടെ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അപ്പുക്കുട്ടൊക്കെ ടേസ്റ്റ് ചെയ്യാനും കൊടുക്കില്ല. ഇപ്പോൾ ടേസ്റ്റ് ചെയ്താൽ പിന്നെ ഒന്നും പറയില്ല. ഞാൻ അവിടെ ടേബിളിൽ വെച്ച് കഴിക്കണം. കഴിച്ചില്ലേനും പിന്നെ അടി കിട്ടും കേട്ടോ. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പ് ജസ്റ്റ് നോക്കട്ടെ. ഇത് ലാസ്റ്റ് കിട്ടും. ഉപ്പ് കുറവാ വേണമെങ്കിൽ ഞാൻ ഇത് ഒരെണ്ണം ഫുള്ള് ഇട്ട് കൊടുക്കാം. ഒരു മസാല ഒക്കെ നല്ല ടേസ്റ്റിന് ആവുമല്ലോ. ആ ഇത് പെട്ടെന്ന് ഇതാവും. ഇത് മസാല അതുണ്ടത് കണ്ടോ? ഇത് ഇടുമ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന നല്ല രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഇടുമ്പോൾ കുറച്ച് നമുക്ക് മാഗിക്ക് മസാല ഒരു ഫ്ലേവർ കിട്ടില്ലേ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഉണ്ടാക്കിച്ച് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ പറയൂല, നിങ്ങൾ കഴിക്കണം പറയൂല. ചിക്കൻ ഇടാം. നിനക്ക് ചിക്കന് മാത്രം വേണോ? ചില സമയത്ത് പച്ചക്കറി നീ എടുത്ത് കഴിക്കണം. ഞാൻ എൻ്റെ കുറച്ച് അത് ബോയിൽ ചെയ്യുമ്പോൾ മണൽപ്പൊടി കുറച്ച് കൂടിപ്പോയി. അത് കാരണം കൂടുതലും മഞ്ഞായി. നിങ്ങൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. അത്രയുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഇത് ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഇട്ടിട്ട് ഫിനിഷ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, എത്രയുണ്ടോ സ്വന്തം എത്രയുണ്ട് ഇന്ന് നമുക്ക് അപ്പുക്കുട്ടാക്ക് ടേസ്റ്റിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും എൻ്റെ ലിബിൾ റെസിപ്പി. ഇത് കണ്ടോ, നല്ല ഉണ്ട് പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പുക്കുട്ടാക്ക് കൊടുക്കാം ഫസ്റ്റ്.
എന്താ ചിരിക്കണേ? നോക്കട്ടെ, ടേസ്റ്റ് നോക്കാം. ഹലോ ലിബി ലിബി അല്ലേ? ലിബിൾ 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 ഇതാട്ടെ ലിബിൾ ലിബിൾ. ഇപ്പൊ കഴിച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കണത്. വേറെ സൂക്കുട്ടി പറഞ്ഞ ഉണ്ടാക്കി തന്നെ ഗോതമ്പ് നൂഡിൽസ് മാതിരി, പക്ഷെ അതുപോലെ അത് തുപ്പാവോ? ഗോതമ്പ് തുപ്പാവോ? ലാസ്റ്റ് ഉണ്ടാക്കിയല്ലോ അത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. നോക്കട്ടെ. എന്താ ഒന്നും റിയാക്ഷൻ ഇല്ലല്ലോ. നല്ല നമുക്ക് ഒരു വൈകിട്ട് ഒരു ടീ അതെ, കട്ടൻ ചായ വേണം. കട്ടൻ ചായ കൊടുത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അതെ, നല്ല. അപ്പൊ കൂടെ ചിന്തിക്കനും ഉണ്ടാവും, സൈഡില് ചിക്കനും ഉണ്ടാണ് അല്ലേ? നല്ലോട്ടോ. നല്ലാണോ? താങ്ക് യു. അല്ല അല്ല, നല്ല നല്ല രസമുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസം. ഇത് ആൻറ്റിക്കും പിന്നെ അമ്മച്ചിക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉണ്ടോ, നല്ല ഉണ്ടോ ഇല്ലേ പറയുന്നത്. ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി. അപ്പൊ ഞാനൊക്കെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി. നീ എന്താ കേൾക്കുന്നുണ്ടോ? കുറേ വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി. പക്ഷെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രുചിയുണ്ട്. ചില സമയത്ത് നമുക്ക് വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. എപ്പം ചോറ് വേണ്ട. അപ്പൊ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പൊ ഇച്ചിരി ആൻറ്റിക്ക് ഇച്ചിരി അമ്മച്ചിക്ക് കൊടുക്കാം. പിന്നെ ആൻസി ഉറങ്ങുന്നുണ്ട്. ആൻസിക്ക് വയറുവേദന ആയിട്ട് ഉറങ്ങുന്നുണ്ട്. എണീച്ചിട്ട് ആൻസിക്കും കൊടുക്കാം ടേസ്റ്റ് ചെയ്യുന്നത് വേണ്ടി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും പറയുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടോ, നല്ല ഉണ്ടോ ഇല്ല. അപ്പൊ നിങ്ങളും വേணுന ട്രൈ ചെയ്ത് കഴിച്ചോട്ടോ. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പൊ നമ്മുടെ ആൻസി കൂടി എണീച്ചിട്ട് കഴിച്ചിട്ട് നോക്കും. അപ്പൊ ആൻസി കഴിച്ചിട്ട് നോക്കട്ടെ. ടേസ്റ്റ് തോന്നണേ. അപ്പൊ ആൻസിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. യൂട്യൂബിലെ കണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ അടാ അടാ മാത്രമേ ഉള്ളൂ.